ആത്മീയമായ സ്രോതസ്സുണ്ടെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കൽ ഫർദ് തന്നെയാണ്. അതിന്റെ മകളെ എത്തിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് സമ്പത്തിനെ മാറ്റിവെക്കാൻ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പടച്ചറപ്പിനകത്ത് സമ്പത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സമ്പത്തിന്റെ ഓരോരുത്തരുടെയും ബാങ്ക് ബാലൻസ് അറിയുന്നവൻ പടച്ചറപ്പ് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധം തന്നെയാണ് എന്നുള്ളതായ വസ്തുത നാം ആരും മറന്നു പോകരുത്. ഈ 4 വസ്തുക്കൾ പടച്ചറപ്പ് ബഹുമാനിച്ച് ആദരിച്ച വസ്തുക്കളാണ്. പരിശുദ്ധമായ ഹജ്ജിലൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാം, മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹാ, ഇവരെ ആദരിക്കുന്ന ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. അതുപോലെ തന്നെ പരിശുദ്ധമായ കഅബ ശരീഫ്, പരിശുദ്ധമായ ഹജറുൽ അസ്വദ്, സഫാ മർവ തുടങ്ങിയതായ വസ്തുക്കളെ ആദരിക്കുന്ന ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. അതുപോലെ പരിശുദ്ധമായ ദുൽഹിജ്ജ് മാസത്തിന് ആദ്യത്തിലാവുന്നതായ 10-11 ദിനരാത്രങ്ങൾ ബഹുമാനിക്കേണ്ടുന്ന ആദരിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ്. ഈ ദിനങ്ങളിലാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അല്ലാഹുവിന്റെ പുണ്യഭൂമിയിൽ നടക്കുന്നത്. പരിശുദ്ധമായ ഹറം ശരീഫ്, മഖാം ഇബ്രാഹിം, അറഫ മൈതാനം തുടങ്ങിയതായ സ്ഥലങ്ങളെ പ്രത്യേകമായി ആദരിക്കുന്ന ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. ഉംറയ്ക്ക് പോകുന്നവർക്ക് കാണാം, ഉംറയ്ക്ക് പോകുമ്പോൾ വിസിറ്റിങ്ങിന് വേണ്ടി അറഫയുടെ ഭാഗങ്ങളിൽ പോകാറുണ്ട്. പ്രത്യേകിച്ച് അവിടെ നിസ്കാരങ്ങളോ ഇബാദത്തുകളോ ഒന്നും തന്നെ ആ സമയത്ത് നടക്കൂല. എന്നാൽ പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുമ്പോൾ അറഫയാണ്. ആ അറഫയിൽ എല്ലാ മനുഷ്യരും തോളോട് തോളിങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ഒരൊറ്റ ധ്വനികളായി അല്ലാഹ് എന്നുള്ളതായ വിളികളിൽ നിറങ്ങൾ വ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ, എത്ര കോടീശ്വരനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും 2 മുണ്ടുകളിൽ ധരിച്ചുകൊണ്ട് അല്ലാഹുവിനെ വിളിക്കുന്നതായ ഒരു ദിവസമാണ് അറഫ മൈതാനം എന്ന് പറയുന്നത്. ഈ അറഫയിൽ നിൽക്കണം നമുക്ക്. പരിശുദ്ധമായ ഹജ്ജിൻ്റെതാകുന്നതായ അമലുകൾ നമുക്ക് ചെയ്യണം. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമ്പത്തുള്ളവർക്ക് ഫർദായ കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും അതിൽ നിന്നും മാറി നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതായ ഈ വസ്തുക്കൾ, ആദരിച്ചതായ ഈ സ്ഥലങ്ങൾ, ഇതൊക്കെയും നമുക്ക് പോകണം, ആദരിക്കണം, ബഹുമാനിക്കണം, ഇബാദത്തുകൾ ചെയ്യണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്താ? അല്ലാഹുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധമായ ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകത്തിനോട് പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫല്യതഅജ്ജൽ, വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഹജ്ജ് ചെയ്യണം. 50 വയസ്സാകട്ടെ, 60 വയസ്സാകട്ടെ, എന്റെ മക്കളെയൊക്കെ ഒന്ന് കെട്ടിക്കട്ടെ, എന്തെന്നും മുടന്ത ന്യായങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ട് പരിശുദ്ധമായ ഹജ്ജിനെ മാറ്റിവെക്കല്ലേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഫല്യതഅജ്ജൽ, വളരെ വേഗത്തിൽ. നിങ്ങളുടെ അടുക്കൽ അതിനുള്ള സമ്പത്തുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. ഫഇന്നഹു ഖദ് യംറദുൽ മരീദ്, നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ വേഗത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടച്ചറപ്പ് നൽകാനിരിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ഈ രോഗത്തിന് പടച്ചറപ്പ് മാറ്റുമെന്നാണ്. ഓരോ ദിനങ്ങൾ കഴിയുന്തോറും പുതുതായ രോഗങ്ങൾ ഇങ്ങനെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ മാരകമായ രോഗങ്ങളിൽ അടിമപ്പെട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയാൻ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ടൗണിലല്ലേ പട്ടികളെ ചതച്ചരയ്ക്കുന്നത് പോലെ ഒരു മനുഷ്യ ശരീരത്തിന് അടിച്ചുകൊന്ന ചരിത്രം നിങ്ങളൊക്കെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും.
കാലഘട്ടത്തിൻ്റെതാകുന്നതായ പ്രസരിപ്പിലൂടെ മനുഷ്യന്റേതാകുന്നതായ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹത്തിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ പടച്ചറബ് ആദരിച്ച, പടച്ചറബ് ബഹുമാനിച്ച വസ്തുക്കളോട് ആദരവും ബഹുമാനവും പുലർത്തിക്കഴിഞ്ഞാൽ ഈമാനിനെ നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അടുത്ത വർഷം ഞാൻ ഹജ്ജിന് പോകാം എന്നൊന്നും കരുതണ്ട. വളരെ പെട്ടെന്ന് ഹജ്ജിന് പോകാനുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന രോഗങ്ങളെ പടച്ച റബ്ബ് മാറ്റുമെന്നാണ്. വഴികേടിലാകുന്ന സാഹചര്യം കടന്നു വരുമ്പോ, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴികേടിലാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ, ആ സാഹചര്യങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് അവരെ മാറ്റി നിർത്തുമെന്നാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ മക്കളെ ജീവിതം വഴികേടിലാകാതെ നന്നാകണമെങ്കിൽ കൃത്യമായ ഹജ്ജ് നിർവഹിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ട്, എന്തെല്ലാം നിയ്യത്തുകളുണ്ട്, ഒക്കെയും പടച്ച റബ്ബ് ഏറ്റെടുക്കുമെന്നാണ് ഈ ഹദീസിലൂടെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. എന്റെ മോളെ കെട്ടിക്കണം എന്ന ചിന്തയിലൂടെ ഒരാള് അവന്റേതാകുന്നതായ സമ്പത്തിൽ നിന്നും ഹജ്ജിന് പോയി, പരിശുദ്ധമായ അള്ളാഹു ആദരിച്ച വസ്തുക്കളെ ആദരിച്ചു, അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിച്ചു, അവൻ മടങ്ങി വന്നു, അവൻ ദരിദ്രനാവൂല. ഹജ്ജിന് പോയിട്ട് ആരെങ്കിലും ഭിക്ഷയാചിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിയൂല. പടച്ച റബ്ബ് ഉയർത്തുക മാത്രമേ ചെയ്യൂ. ഉള്ള സമ്പത്ത് വെച്ചൊരു ഉംറ നിർവഹിച്ചു നോക്ക്. തിരിച്ചു വന്ന 1-2 മാസത്തിനുള്ളിൽ പടച്ച റബ്ബ് ആ ചിലവഴിച്ചതായ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചതായ സമ്പത്ത് അതുപോലെ നമ്മുടെ കരങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കും. അതല്ലാത്ത പക്ഷം മാരകമായ രോഗങ്ങളിൽ അടിമപ്പെട്ട് ഹോസ്പിറ്റലുകളിലേക്ക് ചിലവഴിക്കേണ്ടി വരുന്ന അതിദാരുണമായ പരീക്ഷണങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് നൽകുന്ന രണ്ടാമത്തെ പാഠം സ്വന്തം ശരീരത്തിനുള്ള പാഠങ്ങളാണ്. ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. മോശമായ ജീവിതമായ ശൈലിയിൽ നിന്നും 40 ദിനരാത്രങ്ങളിലൂടെ നേടിയെടുത്തതായ ഹജ്ജിലൂടെ നേടിയെടുത്തതായ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിനെ പരിവർത്തനപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്നാണ് മൂന്നാമതായി എവിടെന്ന് പഠിപ്പിക്കുന്നത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേ ജനങ്ങളുമായി എങ്ങനെയാണ് സമ്പർക്കം പുലർത്താനുള്ളത്? ആർക്കും ആരെക്കാളും ശ്രേഷ്ഠതകളില്ല. എത്ര വലിയ തമ്പുരാക്കന്മാരായാലും പടച്ച റബ്ബിന്റെ സൃഷ്ടികൾ മുഴുവനും ഏകീകരിച്ച് ജീവിക്കേണ്ടവരാണെന്നുള്ള മാതൃക പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലൂടെ ലോകത്തിനോട് പഠിപ്പിക്കുന്നുണ്ട്. നാലാമതായി അവിടുന്ന് നൽകുന്ന പാഠമത്രേ, ഈ ലോകത്തെ സർവ്വ വസ്തുക്കളെയും മാനിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ പരിശുദ്ധമായ ഹജ്ജ് നൽകുന്ന പാഠമാണ്. ഒന്നിനെയും ഉപദ്രവിക്കരുത്, തർക്ക വിഷയങ്ങൾ ഉണ്ടാക്കാൻ തന്നെ പാടില്ല. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ മുഴുവനും പരിശുദ്ധമായ ഹജ്ജിലൂടെ നമുക്ക് നൽകേണ്ടുന്ന പാഠങ്ങളാണ്, ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹല്ലത്തിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഹജ്ജിന് പോകുന്നവരോട് ഹജ്ജിന് പോകാത്ത നമുക്ക് ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് ഹുതുബയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഉംറയ്ക്ക് പോയ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അഖി ലാ തൻസാനാ മിൻ ദുആഇക. സഹോദര, നിന്റെ ദുആയിൽ എന്നെ മറക്കല്ലേ. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളോട് പറഞ്ഞപ്പോൾ നമുക്കതിൽ നിന്നും പഠിക്കാനുള്ള പാഠം, ആര് ഹജ്ജിന് പോകുന്നുവോ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അതല്ലെങ്കിൽ അവരെ സന്ദർശിച്ചിട്ട് അവരോട് പറയണം, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നവരോട് പറയൽ സുന്നത്താണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അദ്ദേഹം സാമ്പത്തികമായി വളരെ കുറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ അടുക്കലുള്ള സമ്പത്ത് കൊണ്ട് അദ്ദേഹം ഹജ്ജിന് പോകുന്നു. തിരിച്ചു വന്നാൽ ജീവിക്കാനുള്ള വകയൊന്നും കൂടുതലില്ല. അങ്ങനെയുള്ള ആളാണ് എങ്കിൽ സാമ്പത്തികമായി അവരെ സഹായിക്കൽ, അത് ഹജ്ജിന് പോകുന്നതാകട്ടെ ഉംറയ്ക്ക് പോകുന്നതാകട്ടെ, സാമ്പത്തികമായി ഒരു ഹദിയ കൊടുക്കൽ സുന്നത്തായ കർമ്മമാണ്. ആർക്ക്? ഹജ്ജിന് പോകാത്ത ഉംറയ്ക്ക് പോകാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകുന്നവരിലേക്ക് കൊടുക്കുന്ന ആദരവാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു ഹദിയ അവർക്ക് കൊടുക്കൽ സുന്നത്താണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർക്ക് സലാം പറയുകയും മുസാഫഹത്ത് ചെയ്യുകയും ചെയ്യൽ പ്രത്യേകമായ സുന്നത്താണ്. കേവലം അസ്സലാമു അലൈക്കും എന്ന് പറയലല്ലാതെ അവരുടെ കരങ്ങൾ പിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ. കാരണം ഈ കരങ്ങൾ അവർ കൊണ്ടുപോകുന്നത് പരിശുദ്ധമായ പുണ്യമായ കഅബയിലാണ്, പരിശുദ്ധമായ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലേക്ക് അവിടുത്തെ റൗളയിൽ പിടിക്കാൻ പോകുന്ന കരങ്ങളാണ് നമ്മൾ പിടിച്ചിട്ട് വിടണം. നാലാമതായി അവിടുന്ന് പഠിപ്പിച്ചത് ദുആഉ തൗബീഅ, യാത്രയാകുന്ന വിടവാങ്ങുന്ന ദുആ, അസ്തൗദിഉല്ലാഹ ദീനക എന്ന് പറയുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞയക്കലാണ്. അഞ്ചാമതായി യാത്ര പോകുന്നവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാങ്കും ഇഖാമത്തും കൊടുത്ത് അവരെ യാത്രയാക്കൽ. ഇതെല്ലാം ഹജ്ജിന് പോകുന്നവരോട് നമുക്ക് കാണിക്കേണ്ടുന്ന കടമകളാണ്, കടപ്പാടുകളാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അധികം വൈകാതെ ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ നമുക്കൊക്കെയും പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും എത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ കഴിയുള്ളവരൊക്കെയും പോകാൻ ശ്രമിക്കണം. അല്ലാത്തവർ ഇനിയും വൈകാതെ അടുത്ത വർഷമെങ്കിലും പോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. ഈ വർഷം നമ്മുടെ മഹല്ലത്തിൽ നിന്ന് പോകുന്നവർക്കൊക്കെയും അല്ലാഹു എല്ലാവിധ ഖൈറ് ബറകാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വെള്ളിയാഴ്ച